അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായി ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ സോഫ്റ്റായി സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചരി 6 മണിക്കൂർ മുമ്പ് കുതിരാൻ വേണ്ടി വെക്കണം. അരി അരക്കാൻ എടുക്കുന്നതിന് മുമ്പായി 200 ഗ്രാം ശർക്കര ഇതിലേക്ക് ആവശ്യമായത് ഉരുക്കി വെക്കണം. നാഴി അരി, അതായത് 1.5 കപ്പ്, നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 200 ml ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ഏലക്കായ, ഒരു നുള്ളി ചെറിയ ജീരകവും കൂട്ടി നന്നായി അരച്ചെടുക്കുക. ചെറിയ തരിയോടുകൂടി അരച്ച മാവിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോടുകൂടി ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ചൂടോടെ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് രാത്രിയിലാണ് ചെയ്തെടുക്കുന്നത്. രാവിലെയാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. ഇത് ഉറുമ്പ് വരാൻ സാധ്യതയില്ലാത്ത ഏത് ഭാഗത്തും അടച്ചു വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. മാവ് കൂട്ടി വെക്കുമ്പോൾ ഇത് അല്പം ലൂസായിരിക്കും, എന്നാൽ നേരം വെളുത്താൽ ഇത് ടൈറ്റായി വരും. നെയ്യപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ അല്പം മുമ്പായി ഇതിലേക്ക് ശകലം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് മാവിൻ്റെ പരുവം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് തേങ്ങാക്കൊത്തോ എള്ളോ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പായി എണ്ണ നന്നായി ചൂടായിരിക്കണം. ചൂടേറുകയും അരുത്, ചൂട് കുറയുകയും അരുത്. ഓരോ തവിയായി ഒഴിച്ച് നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാം. ചെറിയൊരു കുടുംബത്തിലേക്ക് ആവശ്യമായ അളവുകളാണിത്. ഇതിൽ പറഞ്ഞ പ്രകാരം അളവുകളൊക്കെ കൃത്യമായിട്ട് എടുത്താൽ നമുക്കും നമ്മുടെ വീടുകളിൽ വളരെ സിമ്പിളായി സോഫ്റ്റായ നല്ല നെയ്യപ്പം തയ്യാറാക്കാവുന്നതാണ്. കൂടുതലായി വേണ്ടവർക്ക് അളവുകളെല്ലാം ഇതിൽ പറഞ്ഞതിൻ്റെ ഇരട്ടിയാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.